ഹലോ ഗേസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടം പറപ്പിക്കില്ല. വീണ്ടും ഞാൻ പട്ടമായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യം ഞാനൊരു പട്ടം ഉണ്ടാക്കി പറപ്പിക്കാമെന്നൊക്കെ പറഞ്ഞില്ല. നല്ല കാറ്റൊക്കെ കണ്ടിട്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ എൻ്റെ പട്ടം മാത്രം പറക്കുന്നുണ്ടായിരുന്നില്ല. എന്താ കാര്യമെന്ന് എനിക്കറിയാൻ പാടില്ല. ആദ്യം ഉണ്ടാക്കിയ പട്ടം നാശമായി പോയതുകൊണ്ടും പറന്നത് ടെറസിൻ്റെ മുകളിൽ വീണത് കൊണ്ട് രണ്ടാമത് ഞാൻ 10 രൂപ കൊടുത്തൊരു പട്ടം വാങ്ങി ഗേസ്. പക്ഷേ എൻ്റെ പട്ടം മാത്രം പറക്കുന്നില്ല. മുന്നത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു. ഇന്നും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. മുകളിൽ ഞങ്ങളുടെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. പക്ഷേ താഴെ വന്ന് ടെറസിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാറ്റേ ഇല്ല. ഞാൻ തന്നെ ഓടി പറപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കിയാൽ ഞങ്ങളുടെ കൃഷ്ണണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറക്കുമെന്ന്. കുറേ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. അവസാനം ഈ ബബിൾസ് ഊതുന്ന സാധനം ഉണ്ടല്ലോ, ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പുക്കുട്ടൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തൽക്കാലം സിമി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊന്ന് കളിക്ക്, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം രണ്ടാമത്തെ പ്രാവശ്യമാണ് പട്ടം കൊണ്ടുവന്നിട്ട് പറക്കാതെ പോകുന്നത്. അതിങ്ങനെ ഊതുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കങ്ങനെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയും ഞാൻ കുറേ നേരം ട്രൈ ചെയ്തൊക്കെ നിന്നു. അങ്ങനെ പിന്നെയും വട്ടം കറങ്ങിയൊക്കെ പറത്തി ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, പട്ടം മാത്രം പറക്കുന്നില്ല. എന്തുകൊണ്ടാണ് പറക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാഞ്ഞിട്ടാണോന്ന് അറിയില്ല. അപ്പുക്കുട്ടൻ്റെ അടുത്ത് പരാതിയൊക്കെ പറഞ്ഞ് വിഷമമൊക്കെ തീർത്ത് വന്ന് ഞാൻ മേളിലേക്ക് വന്നിട്ട് ജോസൂട്ടിനെ കൊണ്ട് നാറഞ്ചം പുറിഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്ത് ആർമാതിച്ച് ഗൈസ്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.